അല്പസമയത്ത് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്തിൽ ചാരിക്കൊണ്ട് ഇരുന്നു. ഈ രാത്രികാലം ദൈവത്തിൻ്റെ വചനം എന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്. ഞാനല്ല ഇവിടെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ഈ സുവിശേഷ യോഗത്തിൻ്റെ അവസാന രാത്രിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി പന്തലിനുള്ളിൽ വെളിപ്പെട്ടു വരുവാൻ, ഈ സമീപ പ്രദേശങ്ങളിൽ ഇതിൻ്റെ ശബ്ദപരിധിക്ക് ഉള്ളിൽ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രകൃതിയുടെ പ്രാതികൂല്യങ്ങൾ ഉണ്ടായിട്ടും ദൈവം ഇത്രത്തോളം പ്രകൃതിയെ അനുകൂലമാക്കി തന്ന മഹാദൈവത്തിനെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തീർച്ചയായിട്ടും ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഉച്ച വരെ ആരാധന കഴിഞ്ഞതിന് ശേഷം ഞാൻ റൂമിലേക്ക് പോകുന്ന അവസരത്തിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 12:30-1 മണിയായപ്പോൾ ഞാൻ എൻ്റെ വാഹനം ഓടിക്കുന്ന ആളിനോട് പറഞ്ഞു, 2 മണി തൊട്ട് 10 മണി വരെ മഴ പെയ്യുകയില്ല എന്ന്. പറഞ്ഞതുപോലെ അല്പം പൊടിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ നമ്മുടെ ദാസാറിനോട് ചോദിച്ചു, പ്രകൃതിയുടെ എങ്ങനെയുണ്ട്, മഴ ഉണ്ടോ? അപ്പം പറഞ്ഞു, ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്ന 3 ദിവസം മഴയാണെന്ന്. ഞാൻ പറഞ്ഞു ഇനി മഴ പെയ്യുകയില്ല. വാഹനം ഓടിക്കുന്ന ആൾ കുട ഇവിടെ റൂമിൽ വെച്ചിട്ട് പോകണമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുട എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞത് ഏകദേശം 12:30-1 മണിയായ സമയത്താണ് പറഞ്ഞത്. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ ഓരോ വാക്കുകൾക്ക് ശക്തിയുണ്ട്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന എല്ലാ വാക്കുകൾക്കും വളരെ ശക്തിയുണ്ട്. ശക്തിയോടെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് ഈ രാത്രികാലമായിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മാറ്റിമറിച്ച് ഈ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. 12 ശിഷ്യന്മാരിൽ 3 ശിഷ്യന്മാരെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യേകം സ്നേഹിച്ചു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. എന്നാൽ അതിൽ വെച്ചിട്ട് യോഹന്നാൻ കുറച്ച് പ്രാധാന്യമർഹിക്കുന്ന വ്യക്തിയായിട്ട് കർത്താവിന് തോന്നി എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. 1 യോഹന്നാൻ 4:7-8 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ. ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആ യോഹന്നാൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയും മറ്റുള്ളവരെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയും ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയും തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ മനുഷ്യൻ്റെ സ്നേഹം കുറഞ്ഞ് അതില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇന്ന് പകലിൽ ഒരു കോടീശ്വരനായ ഒരു മനുഷ്യൻ വേറൊരു വ്യക്തിയോട്, ഈ ടൗണിലുള്ള ഒരു വ്യക്തിയോട്, ആ വ്യക്തി മറ്റൊരു വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് മാസത്തിൽ ഏകദേശം 4 ലക്ഷം രൂപ വരുമാനമുണ്ട്.
എൻ്റെ മകനെ ഞാൻ പഠിപ്പിച്ച് വളർത്തി അവന് വേണ്ടതെല്ലാം നൽകിക്കൊടുത്തു. അവൻ വിവാഹിതനായി. പക്ഷെങ്കിൽ ഇന്ന് എന്നെ അവൻ സ്നേഹിക്കുവാനായിട്ട് അവന് കഴിയുന്നില്ല. അവൻ്റെ ഭാര്യ അവന് തടസ്സമായി നിൽക്കുന്നു. കോടീശ്വരൻ പറയുകയാണ്, ഞാൻ സകലതും ഉണ്ടാക്കി, എല്ലാം എൻ്റെ മുൻപിൽ എല്ലാം ഉണ്ട്, എനിക്ക് നല്ല വരുമാനമുണ്ട്, പക്ഷെങ്കിൽ എനിക്ക് സ്നേഹം ലഭിക്കുന്നില്ല. ഇന്ന് ലോകത്തിൽ മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് സ്നേഹം ലഭിക്കുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നില്ല, സഹോദരങ്ങൾക്ക് അന്യോന്യം സ്നേഹം ലഭിക്കുന്നില്ല. എന്നാൽ ഇവിടെ യോഹന്നാൻ പറയുകയാണ്, യേശു സ്നേഹിച്ച ഒരു ശിഷ്യൻ. 4 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ സ്നേഹിതനാകുവാനായിട്ട് നമുക്ക് എങ്ങനെ കഴിയും എന്നുള്ള 4 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹിതന്മാർ ആയി തീരുവാനായിട്ട് കഴിയുന്നത്. നമുക്കെല്ലാവർക്കും സ്നേഹിതന്മാരെ ആവശ്യമാണ്. ഞാനും നിങ്ങളും സ്നേഹിതന്മാരെ ഇഷ്ടപ്പെടുന്നതാണ്. നമ്മുടെ മക്കൾ നമ്മെ സ്നേഹിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾക്ക് സ്നേഹിക്കണമെന്ന്, കുഞ്ഞുങ്ങൾക്ക് അന്യോന്യം സ്നേഹിക്കണമെന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെങ്കിൽ പലപ്പോഴും ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് മറ്റുള്ളവർക്ക്, മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. മാതാപിതാക്കൾക്ക് മക്കളെ സ്നേഹിക്കുവാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുപോലെ തന്നെ സ്നേഹിതരെ ഉണ്ടാക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കുള്ള ആഗ്രഹം ഉന്നതന്മാരായിട്ടുള്ള ആളുകളെ സ്നേഹിതന്മാരായിട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹം നമുക്കെല്ലാവർക്കുമുണ്ട്. ഈ സമൂഹത്തിൽ ഉന്നത പദവിയിൽ ഇരിക്കുന്നവരെ അവരെ നമ്മുടെ സ്നേഹിതന്മാരാക്കി തീർക്കുവാനായിട്ട് പലപ്പോഴും ഞാനും നിങ്ങളും ശ്രമിക്കാറുണ്ട്. ഈ രാത്രികാലം സർവത്തിൻ്റെയും ഉടയവനായിരിക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ ഉടയവനായിരിക്കുന്ന മഹാദൈവത്തെ നമുക്ക് സ്നേഹിതൻ ആക്കി തീർക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആലോചന നമ്മോട് അറിയിക്കുകയാണ്. അതാണ് യോഹന്നാൻ നമ്മെ വരച്ച് കാട്ടിത്തരുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീരുവാനായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കത് സാധിക്കാതെ പോകുന്നു. ദൈവമക്കളായി ഞാനും നിങ്ങളും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് ദൈവമക്കളായി തീരുന്നു. പക്ഷെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീരുക എന്നുള്ളത്. ദൈവമക്കൾ എല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീരണമെന്ന് ഇല്ല. ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിലേ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീരുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീരുവാൻ കഴിയുകയില്ല എന്നുള്ള ചിന്ത വരുന്നത് ഞാനും നിങ്ങളും മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോഴാണ്, താരതമ്യം ചെയ്യുമ്പോഴാണ്. നാം ചിന്തിക്കും, എനിക്ക് അതിന് സാധിക്കുകയില്ല, മറ്റുള്ളവർക്കേ അത് സാധിക്കുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൻ്റെ അപാകതകൾ എനിക്കറിയാം, എൻ്റെ ജീവിതത്തിൻ്റെ പോരായ്മകൾ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്കത് കഴിയും, എന്നാൽ എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീരുവാൻ കഴിയുകയില്ല എന്ന് പലരും ചിന്തിച്ചേക്കാം. ഈ രാത്രി സമയം ഞാൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ചെവിയിൽ വന്ന് മന്ത്രിക്കുന്ന പിശാചിൻ്റെ ഒരു തന്ത്രമുണ്ട്. നിനക്കൊരിക്കലും ദൈവത്തിൻ്റെ സ്നേഹിതനായി തീരുവാൻ, അല്ലെ സ്നേഹിതയായി തീരുവാനായിട്ട് കഴിയുകയില്ല എന്ന് പിശാചായവൻ നമ്മുടെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ടേ ഇരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീരുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അഥവാ നമുക്കതിന് കഴിയുന്നില്ല എങ്കിൽ ഞാനും അല്ലെ നിങ്ങളും ദൈവവുമായിട്ട് ഒരതിർത്തി വെച്ചിരിക്കുകയാണ്. അതായത് എനിക്ക് ഇത്രയും മതി, ഞാൻ ദൈവമക്കളായി അല്ലെ മകനായി മകളായിട്ട് ഞാൻ ജീവിച്ചു കൊള്ളാം,
ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹിതനായി തീരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരതിർവരമ്പ് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീരുവാനായിട്ട് കഴിയാതെ വരുന്നു എന്നുള്ളതാണ്. നാം ദൈവത്തോട്, ഇവിടെ യാക്കോബിൻ്റെ ലേഖനം 4:8 ഇങ്ങനെ കാണുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, അവൻ നിങ്ങളോടും അടുത്ത് വരും. ആർക്കൊക്കെ ഈ രാത്രികാലം ദൈവത്തോട് അടുത്ത് വരുവാനായിട്ട് ആഗ്രഹമുണ്ടോ, അവൻ നമ്മോട് അടുത്ത് വരുവാനായിട്ട് അവൻ ശക്തനാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പന്തലിലുണ്ട്. എത്ര പേർക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും? നിങ്ങളുടെ കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിക്ക്. എനിക്ക് എൻ്റെ ദൈവത്തോട് ഈ രാത്രികാലം ഒന്ന് അടുത്ത് ചെല്ലണം. അടുത്ത് ചെല്ലുന്നവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന രാത്രികാലമാണിത്. ആരടുത്ത് ചെല്ലുന്നുവോ അവരുടെ മധ്യത്തെ അവരുടെ അടുത്തേക്ക് വരുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ രാത്രികാലം എൻ്റെ ദൈവത്തിൻ്റെ ഒരു സ്നേഹിതനായി തീരുവാൻ യോഹന്നാൻ പറഞ്ഞതുപോലെ യേശു സ്നേഹിച്ച ശിഷ്യൻ, കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ ഒരു പേര് കൊടുത്തു. അതായത് യോഹന്നാനും യാക്കോബിനും പേര് കൊടുത്തത് ഇടിമക്കൾ എന്നുള്ള പേരാണ്. ഇടിമക്കൾ അതത്ര നല്ല പേരല്ല, സമാധാനപരമായിട്ടുള്ള ഒരു പേരല്ല. പക്ഷെങ്കിൽ കർത്താവ് അവരുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടാണ് ഇടിമക്കൾ എന്നുള്ള പേര് അവർക്ക് കൊടുത്തത്. ഈ രാത്രികാലം കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഒപ്പം വന്ന് നിങ്ങളോട് അല്പനേരം കുശലം പറഞ്ഞ് മനസ്സിലാക്കി നമ്മളുമായിട്ട് പരിചയപ്പെട്ട്, സാധാരണ യോഹന്നാൻ്റെ അടുത്ത് വന്നതുപോലെ കർത്താവ് നിങ്ങളുടെ അടുത്ത് വന്നിരുന്നാൽ നമ്മെക്കുറിച്ച് യേശു കർത്താവ് നമ്മെ എന്ത് പേരാണ് വിളിക്കുന്നത്? ഇടിമക്കളെന്നാണോ, നുണയൻ എന്നാണോ, മുൻകോപി എന്നുള്ള പേരാണോ, ഏത് പേരാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഇടുവാനായിട്ട് പോകുന്നത്? ഈ രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ സമാധാനപരം അല്ലാത്ത ഏതെങ്കിലും രീതിയിലുള്ള സ്വഭാവ വിശേഷതകൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ രാത്രികാലം അത് കളയേണ്ട രാത്രിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 9:51 മുതൽ 54 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുവാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട്, ശമരിയർ കർത്താവിനെ കൈക്കൊള്ളുവാനായിട്ട് വിസമ്മതിച്ചപ്പോൾ യാക്കോബും യോഹന്നാനും കർത്താവിനോട് പറഞ്ഞു, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന കർത്താവിനോട് ഈ യാക്കോബും യോഹന്നാനും ചോദിച്ചു. നമുക്കറിയാം, ശമര്യക്കാരും യഹൂദന്മാരും തമ്മിൽ വളരെ അഭിപ്രായ വ്യത്യാസവും എതിർത്ത് നിൽക്കുന്ന, വളരെ അകൽച്ചയിൽ നിൽക്കുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് ഇതാ യാക്കോബും യോഹന്നാനും കർത്താവിനെ കൈക്കൊള്ളാത്തത് കൊണ്ട് അവർ പറയുകയാണ്, ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഇവരെ നശിപ്പിക്കുവാൻ നിനക്ക് സമ്മതമാണോ? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല രക്ഷിപ്പാനത്രേ വന്നത്. കർത്താവിനോട് ചേർന്ന് തുടക്ക സമയത്ത് യോഹന്നാൻ്റെ വാക്കുകളാണ്. അതായത് അവരെ നശിപ്പിക്കുവാൻ, അതായത് കർത്താവിനെ കൈക്കൊള്ളാത്തത് കൊണ്ട് ആ ജനസമൂഹത്തെ തീയിറങ്ങി നശിപ്പിക്കുവാനുള്ള പദ്ധതി യോഹന്നാൻ ഇട്ടു. പലപ്പോഴും ഞാനും നിങ്ങളും പല സാഹചര്യങ്ങളിലും നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് തീ ഇറങ്ങി അവരെ ഒന്ന് നശിപ്പിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളിട്ട് അവനെ ഒന്ന് നശിപ്പിക്കുവാനായിട്ട് ദൈവമേ ഒന്ന് ഇടപെടണമേ എന്ന് പലരും ഹൃദയം കൊണ്ട് ആഗ്രഹിക്കും. എന്തുകൊണ്ടാണത് വരുന്നത്? ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഗലാത്യ ലേഖനം 2:9
ഇങ്ങനെ കാണുന്നു. എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും തങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർണ്ണബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും അവരുടെ ജീവിതത്തിൽ വ്യത്യാസം വന്നു എന്നുള്ളതാണ്. യോഹന്നാൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ കൊല്ലുവാനായിട്ട് ആഗ്രഹിച്ചവൻ, അതിനനുവാദം ചോദിച്ചവൻ, ഇന്ന് സ്നേഹത്തിൻ്റെ തൂണുകളായി, സഭയുടെ തൂണുകളായിട്ട് മാറുകയാണ്. അവൻ അവിടെ തൂണുകളായിട്ട് എണ്ണപ്പെട്ടു എന്നാണ് കാണുന്നത്. യോഹന്നാൻ്റെ ജീവിതത്തിൽ ആ വ്യത്യാസം വന്നത് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നടന്നപ്പോൾ, കർത്താവിൻ്റെ സ്നേഹിതനായി മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ വഴിയിൽ ആയിരുന്നപ്പോഴാണ് യോഹന്നാന് അങ്ങനെ പറയുവാനായിട്ട് കഴിഞ്ഞത്, അല്ലെങ്കിൽ യോഹന്നാനെ കുറിച്ച് അങ്ങനെ പറയുവാനായിട്ട് കഴിഞ്ഞത് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം സഭയുടെ തൂണുകളായിട്ട് തീരേണ്ടവരാണ്. സമൂഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ തൂണുകളായിട്ട് മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെ തൂണുകളല്ല എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സ്നേഹിതർ ആയി തീർന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നാം ഒരതിർ വരമ്പ് വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ അത് കഴിഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നടന്നതുകൊണ്ട് യോഹന്നാന് തൂണായിട്ട് തീരുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. യഥാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സഭയിൽ ഒരു പ്രശ്നക്കാരനായിട്ടല്ല തീരുന്നത്, സഭയുടെ തൂണുകളായിട്ട് തീരുകയാണ്. ഇവിടെ ഇരിക്കുന്ന ക്വയർ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സഭയുടെ ആയതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, എല്ലാ സാഹചര്യങ്ങളും വിട്ടിട്ട് അവർ ഇവിടെ വന്ന് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ ആയിരിക്കുന്നത്. ഇവിടെ ആയിരിക്കുന്ന എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും, ഞാൻ എൻ്റെ സഭയുടെ, ദൈവത്തിൻ്റെ സഭയുടെ തൂണുകളായിട്ട് പ്രവർത്തിക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ടല്ല നമ്മെ വിളിച്ചു വേർതിരിച്ചത്, ദൈവസഭയുടെ തൂണുകളായി തീരുവാനായിട്ടാണ്. 2, ദൈവത്തിൻ്റെ സ്നേഹിതൻ ദൈവിക കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ വിമർശനങ്ങളുടെ മുൻപിൽ ഭയപ്പെടാറില്ല എന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായിട്ടുള്ള അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. പലപ്പോഴും മറ്റുള്ളവർ എന്ത് പറയും എന്ന് ധരിച്ചിട്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പലർക്കും ചെയ്യുവാനായിട്ട് കഴിയാതെ വന്നിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഭക്തന്മാരായിരിക്കുന്നവർ, വേദപുസ്തകത്തിൽ പറയുന്ന അനേക ഭക്തന്മാർ, ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായിട്ടുള്ളവർ, അതൊന്നും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഒരിക്കലും നോക്കാറില്ല. അവർ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 26:6 വാക്യം നമുക്ക് വായിക്കാം. മത്തായി 26:6 മൈക്കിലൂടെ വായിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. അവിടെ മറിയ വിലയേറിയ പരിമള തൈലം കർത്താവിൻ്റെ തലയിൽ ഒഴിച്ചു. ശിഷ്യന്മാർ അത് കണ്ട് മുഷിഞ്ഞു. ഈ വെറും ചെലവ് എന്തിന് എന്ന് അവിടെ പറഞ്ഞു. പക്ഷെ മറിയ ചെയ്തത് ഏറ്റവും വലിയ കാര്യമാണ്. യേശു അപ്പോൾ പറഞ്ഞു, അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്, എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. ലോകത്തെവിടെയും സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തത് അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന്. അവിടെ ശിഷ്യന്മാരെല്ലാവരും അവിടെ ഉണ്ട്. നേരിട്ട് വന്ന് ആരുടെയും അനുവാദം ചോദിക്കാതെ കർത്താവിൻ്റെ തലയിലേക്ക് അവൻ്റെ ശവസംസ്കാരത്തിനായി അതിന് മുൻപായിട്ട് തന്നെ അവൾ ആ പരിമള തൈലം ഒഴിച്ചു എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞു, സുവിശേഷം അറിയിക്കുന്നിടത്തെല്ലാം അവളെക്കുറിച്ച് പറയും, പ്രസംഗിക്കുന്നിടത്തെല്ലാം അവളുടെ ഓർമ്മയ്ക്കായിട്ട്
ഇത് പ്രസ്താവിക്കും. നമ്മെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സാഹചര്യങ്ങൾ ദൈവം നൽകി തന്നിട്ടുണ്ട്. പല ഔദ്യോഗിക രംഗങ്ങളിലും, ജോലിയിലും, ബിസിനസ്സിലും, കൃഷിയിലുമൊക്കെ നമുക്ക് ഉയർച്ചകൾ നൽകി തന്നിട്ടുണ്ട്. നമ്മെ നോക്കിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതായിട്ട് പറയുവാൻ ഇന്ന് രാത്രികാലം നമ്മോട് ചോദിക്കുകയാണ്, നിന്നെക്കുറിച്ച് എന്ത് പറയുവാനായിട്ട് കഴിയും എന്നുള്ളത്. നിങ്ങളെ കർത്താവ് യേശു ക്രിസ്തു നോക്കുമ്പോൾ നമ്മെക്കുറിച്ച്, എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് കർത്താവിന് എന്ത് പ്രസ്താവിക്കുവാനായിട്ട് കഴിയും? ഇവിടെ മറിയെക്കുറിച്ച് പറഞ്ഞു, അവൾ മറ്റൊന്നും നോക്കാത്തത് കൊണ്ട്, ആരോടും കമ്പയർ ചെയ്യാത്തത് കൊണ്ട്, ആരും തടസ്സപ്പെടുത്തുമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും അവൾക്കെതിരായിട്ട് അഭിപ്രായം പറയുമോ എന്ന് ഒന്നും ചിന്തിക്കാതെ തന്നെ അവൾ മുന്നോട്ട് വന്ന് അവൾക്ക് വിലയേറിയത് കർത്താവിന് വേണ്ടി അവൾ ചെയ്തു എന്നുള്ളത്. അവളുടെ പരിമള തൈലത്തെക്കാട്ടിലും വിലയേറിയതായിട്ട് യേശുവിനെ കണ്ടതുകൊണ്ട് അവൾ ആ പരിമള തൈലം കർത്താവിൻ്റെ തലയിൽ ഒഴിച്ചതായിട്ട് കാണുവാനായി സാധിക്കുന്നു. അവൾ മറ്റുള്ള പരിമള തൈലത്തെക്കാട്ടിലും കർത്താവിനെ അവൾ സ്നേഹിച്ചതുകൊണ്ട്, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ പലത് സമ്പത്തായിട്ട്, കഴിവുകൾ, നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുവാനായിട്ട് കഴിയുമോ? യേശുവിൻ്റെ സ്നേഹിതരായി തീരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തോട് അടുത്ത് വന്ന് മറ്റുള്ളവരെന്ത് പറയും എന്ന് ചിന്തിച്ചിട്ടല്ല നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. പലരുടെയും ജീവിതത്തിൽ കെട്ടുപാട്ടുകൾ വിട്ടുവരുവാനായിട്ട് തടസ്സമായിരിക്കുന്നത് അവരുടെ സാമൂഹിക സാഹചര്യങ്ങളാണ്. ചിലത് വിട്ടുവരുവാൻ, ചില കാര്യങ്ങൾ സത്യമെന്തെന്ന് മനസ്സിലാക്കിയിട്ടും എന്നും നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുന്നതിൻ്റെ കാരണം അവരുടെ പദവിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ, സമൂഹത്തിൽ എന്തെങ്കിലും വ്യത്യാസം അവർക്ക് സംഭവിക്കുമോ എന്ന് കരുതിയിട്ടാണ്. പക്ഷേ മറിയെ സംബന്ധിച്ച് ഇതൊന്നും അവൾ നോക്കിയിട്ടില്ല. തൻ്റെ അരുമനാഥന് വേണ്ടി അവൾക്ക് ഏറ്റവും ചെയ്യുവാനായിട്ട്, അവൾക്ക് വിലയേറിയതായിട്ട് അവളുടെ പക്കൽ ഉണ്ടായത് മുഴുവനായിട്ട് കർത്താവിന് വേണ്ടി അവൾ ഒഴിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിന് വേണ്ടി എന്ത് കൊടുക്കുവാനായിട്ട് കഴിയും? പലപ്പോഴും നമ്മൾ കർത്താവിങ്കിൽ നിന്ന് അനുഭവിക്കും, പക്ഷെങ്കിൽ കർത്താവിങ്കിൽ നിന്ന് കർത്താവിന് വേണ്ടി കൊടുക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, നമുക്ക് വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്, പക്ഷെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമെങ്കിലും ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ, ചെലവിടുവാൻ പലപ്പോഴും മടി കാണിക്കുന്നു. യേശുവിൻ്റെ സ്നേഹിതനായി തീരണമെന്നുണ്ടെങ്കിൽ, യേശു നമ്മെ അത്യധികമായിട്ട് സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെന്ത് പറയും എന്ന് കരുതിയിട്ടല്ല ദൈവിക കാര്യങ്ങളിൽ ഇടപെടേണ്ടത്, ആത്മീക വിഷയങ്ങളിൽ ഇടപെടേണ്ടത്. എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ചിലത് മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറഞ്ഞാലും, എന്നെക്കുറിച്ച് വിമർശിച്ചാലും, എന്നെക്കുറിച്ച് നിന്ദിച്ചാലും തീർച്ചയായിട്ടും ഞാൻ ദൈവത്തിന് വേണ്ടി നിലകൊള്ളും. അതെനിക്ക് പ്രശ്നമല്ല. മറ്റുള്ളവരുടെ നിന്ന എനിക്ക് പ്രശ്നമല്ല, മറ്റുള്ളവരുടെ വിമർശനം എനിക്ക് പ്രശ്നമല്ല. ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ധൈര്യത്തോടെ നാം മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും യേശുവിൻ്റെ സ്നേഹിതനായിട്ട് തീരുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. നാം വായിച്ച വേദ ഭാഗത്തിൽ ഇങ്ങനെ കാണുന്നു, ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാറിടത്തിൽ ചാരിക്കൊണ്ട് ഇരുന്നു. യോഹന്നാൻ തന്നെ കൊണ്ട് തന്നെ പറയുകയാണ്, യേശു സ്നേഹിച്ച ഒരു ശിഷ്യൻ. യോഹന്നാൻ പരിപാവനമായ അനർഘ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ മാറോട് ചാരി ഇരിക്കുകയാണ്. അവൻ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചു. മറ്റുള്ളവർ, ശിഷ്യന്മാർ എന്ത് പറയുമെന്നുള്ള യോഹന്നാൻ ചിന്തിച്ചത്, തൻ്റെ അരുമനാഥൻ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കാൽവറി ക്രൂശിൽ തകർക്കപ്പെടുവാനായിട്ട് പോവുകയാണെന്നുള്ള ആ ബോധം യോഹന്നാനെ തൻ്റെ മാറിടത്തിലേക്ക് ചാരി, ആ മാറിടത്തിൻ്റെ
ആ മാറിടത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ, കർത്താവിൻ്റെ ഹൃദയ തുടിപ്പുകൾ കേൾക്കുവാൻ യോഹന്നാന് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നാം യേശുവിൻ്റെ മാറിടത്തിലേക്ക് ചാരുവാനായിട്ട് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും യേശു നമ്മെ സ്നേഹിക്കുവാൻ എൻ്റെ യേശു മതിയായവനാണ്. എത്ര പേർക്ക് അതിൽ വിശ്വസിക്കുവാനായിട്ട് കഴിയും? എൻ്റെ യേശുവിൻ്റെ സ്നേഹിതനായിട്ട് തീരുവാൻ, എൻ്റെ യേശുവിൻ്റെ സ്നേഹിതയായി തീരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ആ യേശുവിൻ്റെ മാറിടത്തിലേക്ക് ചാരും. എൻ്റെ യേശുവിൻ്റെ മാറിടത്തിൽ എനിക്ക് സമാധാനമുണ്ട്, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, എൻ്റെ പ്രതിസന്ധിക്ക് ഒരു വിടുതലുണ്ട്, എൻ്റെ രോഗത്തിനൊരു വിടുതലുണ്ട്, എൻ്റെ മക്കളുടെ പ്രശ്നത്തിന് അവിടെ വിടുതൽ ഉള്ള മാറിടമാണ് എൻ്റെ യേശുവിൻ്റെ മാറിടം. ആ മാറിടത്തിൽ ചാരിയിട്ടുള്ള ഒരു വ്യക്തിക്കും നിരാശരായി തീരേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അവിടെ യോഹന്നാൻ, മറ്റ് ശിഷ്യന്മാരൊക്കെ അവിടെ ഉണ്ട്. പക്ഷെങ്കിൽ ഒരാൾ മാത്രം കർത്താവിൻ്റെ മാറിടത്തിൽ ചാരുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ളവർക്ക് അസൂയ തോന്നാം. മറ്റുള്ളവർ ചിലപ്പോൾ അടുത്തിരിക്കുന്നവരുടെ അടുത്ത് ചിലപ്പം പറഞ്ഞേക്കാം, അവൻ എന്താണ് കാണിക്കുന്നത്, നമുക്കില്ലാത്ത ഒരു സ്നേഹം എന്തുകൊണ്ട് യേശുവിനോട് കാണിക്കുന്നു, എന്താണ്, നമ്മളെല്ലാവരും ശിഷ്യന്മാരാണ് എന്നൊക്കെ വേണമെങ്കിൽ അവന് പറയാം, മറ്റുള്ളവർക്ക് പറയാം. അത് യോഹന്നാൻ ചിലപ്പോൾ ചിന്തിച്ചിരിക്കാം. പക്ഷെങ്കിൽ അവൻ ചിന്തിച്ചത്, എൻ്റെ അരുമനാഥൻ വരും മണിക്കൂറുകളിൽ കാൽവറി ക്രൂശിൽ യാഗമായി തനിക്ക് വേണ്ടി, ഈ ലോക ജനതയ്ക്ക് വേണ്ടി തകർക്കപ്പെടുവാനായിട്ട് പോകുന്നു എന്നുള്ള ആ ചിന്ത അവനെ അലട്ടിയത് കൊണ്ടാണ് യേശുവിൻ്റെ മാറോട് അവനെ ചേർന്നിരിക്കാനായിട്ട് കഴിഞ്ഞത് എന്നുള്ളത്. വിമർശനം പല ഇടങ്ങളിൽ നിന്നും വന്നേക്കാം. പക്ഷെ അതൊന്നും ക്രിസ്തീയ ജീവിതത്തെ അല്ലെങ്കിൽ അതിന് മുമ്പോട്ടുള്ള പ്രയാണത്തെ ഒരിക്കലും തടസ്സപ്പെടുത്തുവാനായിട്ട് പാടില്ല. ആത്മീകമായിട്ട് നാം ചിലത് ചെയ്യണമെന്ന് നാം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇടവും വലതും നോക്കാതെ ധൈര്യത്തോടെ ചെയ്താൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ ആവശ്യങ്ങളിൽ മതിയായ ദൈവമാണ്. മറ്റുള്ളവരുടെ ചിന്തകളെ ഒരിക്കലും അവരെന്ത് ചിന്തിക്കുമെന്ന് കരുതിയിട്ട് നാം യോഹന്നാന് അവിടെ മാറിയിരുന്നില്ല. അവൻ യേശുവിൻ്റെ മാറോട് ചേർന്ന് ഇരുന്നു. പല സന്ദർഭങ്ങളിൽ ആരാധനയിൽ ദൈവത്തിൻ്റെ നന്മകൾ ഓർക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് വരാറുണ്ട്. നാം ആരും അടുത്തിരിക്കുന്നവരത് കാണുമെന്ന് നോക്കുന്നില്ല. കാരണം എന്നെയും നിങ്ങളെയും വിടുവിച്ച രംഗങ്ങൾ, അവസ്ഥകൾ ഓർക്കുമ്പോൾ അത് മറ്റുള്ളവർ കരയുന്നത് കാണും എന്ന് വിചാരിച്ചിട്ട് കരയാതെ ഇരിക്കുകയില്ല. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നാം ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തി അവൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എപ്പോഴും ഞാനും നിങ്ങളുമായിരിക്കും. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നന്മ അനുഭവിച്ചാൽ ആ സ്നേഹം നാം പ്രകടിപ്പിച്ച് തന്നെ കാണിക്കണം. യോഹന്നാൻ അവിടെ കാണിച്ചത് യേശുവിനോടുള്ള അഗാധമായിട്ടുള്ള സ്നേഹമാണ്. മറ്റുള്ളവരെന്ത് പറയുമെന്ന് അവൻ കരുതിയില്ല. മറ്റു വിമർശനം എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെങ്കിൽ അവൻ യേശുവിൻ്റെ മാറോട് ചേർന്ന് ഇരുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13:24-25 വാക്യങ്ങളിൽ ശിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത്, അവനെ കൊണ്ട് എന്ത് എന്ന് ചോദിപ്പാൻ, ആര് എന്ന് ചോദിപ്പാൻ അവനെ യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന യോഹന്നാനോട് പത്രോസ് ആംഗ്യം കാട്ടി ചോദിക്കുകയാണ്, ആരാണ് ഒറ്റിക്ക് കൊടുക്കുന്നത്, ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പത്രോസ് ഇതാ യോഹന്നാനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പത്രോസിനെക്കാട്ടിലും ഹൃദയത്തുടിപ്പുകൾ അറിയുവാൻ കഴിവുള്ള ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. പത്രോസ് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പല കർത്താവിനോടൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ മാറോട് ചേർന്നിരിക്കുവാൻ, ആ ഹൃദയത്തുടിപ്പുകൾ കേൾക്കുവാൻ
കഴിഞ്ഞത് യോഹന്നാൻ മാത്രമായിരുന്നു. ആ പത്രോസ് വരെ യോഹന്നാനോട് ചോദിക്കുകയാണ്, ആംഗ്യം കാട്ടി ചോദിക്കുകയാണ്, ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ സ്നേഹിതന്മാർ, നമ്മളെ ഓരോ കാലഘട്ടത്തിൽ നമുക്ക് സ്നേഹിതന്മാരുണ്ടാകും. അപ്പോൾ ആ സ്നേഹിതന്മാർ അടുപ്പമുള്ളവരോട് ചോദിക്കും, ഇന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് ആ വിവരം അറിഞ്ഞ് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? കാരണം അടുപ്പമുള്ളവർക്കേ അത് മനസ്സിലാക്കി തരുവാൻ. അതുപോലെ പത്രോസ് പറയുകയാണ്, കർത്താവിനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുവാൻ. പത്രോസ് വരെ യോഹന്നാൻ്റെ സഹായം അവിടെ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. 3, ദൈവസ്നേഹവും വ്യക്തിത്വവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദാവീദ് പറഞ്ഞു, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദാവീദ് തൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവൻ ഓർക്കുകയാണ്. ആ സൃഷ്ടിപ്പിനെ ഓർത്തുകൊണ്ട് ദൈവത്തെ അവൻ മഹത്വപ്പെടുത്തുകയാണ് എന്നുള്ളതാണ്. അതായത് മനുഷ്യൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുകയാണ്. അവനെ അതിശയകരവും ഭയങ്കരവുമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവത്തോടുള്ള അടുപ്പം വർദ്ധിക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കും. ദൈവത്തിൻ്റെ സ്നേഹിതന്മാർ അവരെപ്പറ്റി തന്നെ ചിന്തിക്കുവാനായിട്ട് തുടങ്ങും. അവരുടെ ജീവിതത്തിൽ അവരെ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് അവരെക്കുറിച്ച് തന്നെ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായിട്ടുള്ളവർ അവരെ എപ്രകാരമായിരിക്കുന്നു എന്ന് സ്വയം ശോധന ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ സ്നേഹിതന്മാർ ആണെന്നുണ്ടെങ്കിൽ ഈ രാത്രികാലം നമ്മെക്കുറിച്ച് തന്നെ നമുക്കൊന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കും. നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെക്കുറിച്ച് തന്നെ ഇപ്പോൾ ഞാൻ ഒരു 1-2 സെക്കൻഡ് നിങ്ങൾക്ക് തന്നാൽ നിങ്ങളെക്കുറിച്ച് ഒരു 3 വാക്കുകൾ ഞാൻ ആരാണ് എന്നുള്ളത് അടുത്തിരിക്കുന്ന ആളിനോട് പറയുവാനായിട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയുവാൻ കഴിയും? ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിൻ്റെ സ്നേഹിതനാണോ? അതോ ദൈവ പൈതലായിട്ട് ഞാൻ ആയിരിക്കുന്നു? അതോ ഞാനൊരു മുൻകോപക്കാരനാണോ? ഞാനൊരു പ്രശ്നക്കാരനാണോ? അതോ ഞാൻ സഭയിൽ പ്രശ്നം സൃഷ്ടിക്കുന്ന ആളാണോ? അതോ ഞാൻ കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്ന ആളാണോ? നമ്മെക്കുറിച്ച് എന്ത് പറയുവാനായിട്ട് കഴിയും? അടുത്തിരിക്കുന്ന ആളിനോട് പറയുവാനായിട്ട് നമുക്ക് എന്തുണ്ട്? ഈ രാത്രികാലം ദൈവത്തിൻ്റെ സ്നേഹിതനായി തീരണമെന്നുണ്ടെങ്കിൽ ഒരു സ്വയ പരിശോധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. യോഹന്നാനെക്കുറിച്ച് യോഹന്നാൻ എന്താണ് പറഞ്ഞത്? അവൻ കർത്താവിൻ്റെ ശിഷ്യൻ എന്നല്ല പറഞ്ഞത്. 5 പ്രാവശ്യം യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, യേശു സ്നേഹിച്ച ശിഷ്യൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ? ഞാൻ യേശു സ്നേഹിച്ച, അല്ല യേശു സ്നേഹിക്കുന്ന ഒരു പൈതലാണ്, ഒരു പിതാവാണ്, ഒരു മാതാവാണെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ? യോഹന്നാൻ പറഞ്ഞു, യേശു സ്നേഹിച്ച ശിഷ്യൻ. യോഹന്നാൻ മറ്റുള്ളവരെ യേശു സ്നേഹിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, അവനെ യേശു സ്നേഹിക്കുന്നു, നിങ്ങളെയും യേശു സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് യോഹന്നാൻ പറഞ്ഞു. മാർത്ത, മറിയ, ലാസർ എന്നിവരെ പറ്റി പറയുമ്പോൾ യേശു അവരെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, മാർത്ത, മറിയ, ലാസർ അവരെ സ്നേഹിച്ച യേശു കർത്താവ് എന്നുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹിതൻ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് ദൈവം നിങ്ങളെക്കാൾ എന്നെ സ്നേഹിക്കുന്നു എന്നല്ല പറയുന്നത്. അവൻ പറയും, ദൈവം എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, ദൈവം എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങളെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്നേഹിതനെ പറ്റി മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളതാണ്. ലോകത്തിലുള്ള മനുഷ്യർ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരെ പറ്റി
എന്താണ് പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തി 4:13 പെട്ടെന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 4:13 വാക്യം. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവരെന്നും അറിഞ്ഞു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് അവിടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവിടെ പറയുന്നതായിട്ട് കാണുന്നു. പത്രോസിനെയും യോഹന്നാനെയും അറസ്റ്റ് ചെയ്ത് മഹാപുരോഹിതൻ്റെയും പ്രമാണികളുടെയും അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ ധൈര്യത്തോടെ യേശുവിനെക്കുറിച്ച് അവർ പറഞ്ഞു. എന്നിട്ട് പറയാണ്, അവർ യേശുവിനോട് കൂടെയുള്ളവർ ആയിരുന്നു എന്നുള്ളത്. ഇന്ന് യേശു കർത്താവ് നമ്മെ നോക്കിക്കൊണ്ട് എന്ത് പറയും? നമ്മുടെ അയൽവക്കക്കാർ നമ്മെ നോക്കിക്കൊണ്ട് എന്ത് പറയും? നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മെ നോക്കിക്കൊണ്ട് എന്ത് പറയും? നീ യേശുവിനോട് കൂടെയുള്ളവൻ ആണോ എന്ന് പറയുമോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കൾ എന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ കഴിവുള്ളവനെന്ന് പറയുവാൻ അല്ല, അത് കേൾക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരു പിതാവെന്ന അവരിൽ നിന്ന് കേൾക്കുവാനായിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് അവർ പറയണം, എൻ്റെ പിതാവ് എൻ്റെ യേശുവിനോട് ചേർന്ന് കൂടെയുള്ളവനായിരുന്നു എന്ന് കേൾക്കുവാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എത്ര പേർക്ക് അത് ആഗ്രഹിക്കുവാനായിട്ട് കഴിയും? കുടുംബത്തിലുള്ളവർ നമ്മെക്കുറിച്ചൊന്ന് പറയട്ടെ, നമ്മുടെ മക്കൾ നമ്മളെക്കുറിച്ചൊന്ന് പറയട്ടെ, നിൻ്റെ യേശുവിനോട്, എൻ്റെ പിതാവ് എൻ്റെ മാതാവ് യേശുവിനോട് കൂടെയുള്ളവരാണ് എന്ന് മറ്റുള്ളവർ പറയത്തക്ക രീതിയിൽ, നമ്മുടെ കുടുംബത്തിലുള്ളവർ പറയത്തക്ക രീതിയിൽ, അയൽവക്കത്തുള്ളവർ പറയത്തക്ക രീതിയിൽ, സഭയിലുള്ളവർ പറയത്തക്ക രീതിയിൽ, ജോലിയിടങ്ങളിൽ ഉള്ളവർ പറയത്തക്ക രീതിയിൽ യേശുവിനോട് കൂടെയുള്ളവർ എന്ന് പറയണം. അത് പറയണമെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ സ്നേഹിതന്മാരായെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള സംസാരം അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ നമ്മെക്കുറിച്ച് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരാഗ്രഹം അതായിരിക്കട്ടെ, ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീരുവാൻ. അത് തന്നെയാണ് ഏറ്റവും വലിയ സുവിശേഷം. പ്രസംഗമല്ല, ജീവിതമാണ് ഏറ്റവും വലിയ സുവിശേഷം. എഫക്റ്റീവായിട്ടുള്ള സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതം കണ്ടുകൊണ്ടാണ് മറ്റുള്ളവർ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും പെരുമാറ്റം കണ്ടിട്ടാണ് മറ്റുള്ളവർ ഈ മാർഗത്തിലേക്ക്, ഈ സത്യസുവിശേഷത്തിൻ്റെ ആ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരേണ്ടത്. എഫക്റ്റീവായിട്ടുള്ള സുവിശേഷീകരണം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതമാണ്. ഈ രാത്രികാലം എനിക്കെൻ്റെ യേശുവിനെ, എൻ്റെ യേശുവിൻ്റെ ഒരു സ്നേഹിതനായിട്ട് തീരണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കരങ്ങൾ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. എനിക്കെൻ്റെ യേശുവിൻ്റെ സ്നേഹിതന്മാരായി തീരണം. എനിക്കെൻ്റെ യേശു എന്നെ നോക്കിയിട്ട് പറയണം, ഇവൾ അല്ല ഇവൻ എന്നോട് കൂടെയുള്ളവൻ എന്ന് യേശു നമ്മെ നോക്കി പറയണം. മറ്റുള്ളവരെ നമ്മെ നോക്കി പറയണം. അവസാനമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹിതന്മാർ മറ്റുള്ളവരെക്കാളും ദൈവം വിശ്വാസത്തിൽ എടുക്കും എന്നുള്ളതാണ്. ദൈവം ഒരിക്കലും വേർവൃത്യം കാണിക്കുകയില്ല. എന്നാൽ ദൈവം നമ്മെ സ്നേഹിതന്മാരാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങൾ സ്നേഹിതന്മാർക്ക് കൊടുക്കുകയും അവരോട് ചില കാര്യങ്ങൾ പ്രത്യേകമായി പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ദൈവം ഒരിക്കലും വേർതിരിവ് കാണിക്കുകയില്ല. ദൈവമക്കൾ അതിൻ്റെ അടുത്ത ലെവല് ദൈവത്തിൻ്റെ സ്നേഹിതന്മാർ. ആ ദൈവത്തിൻ്റെ സ്നേഹിതന്മാർ ആയിരിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മോട് കൂടുതൽ ഇടപെടുവാനായിട്ട് കഴിയുന്നത്. സ്നേഹിതരെ ആണ്
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പല സന്ദർഭങ്ങളിലും കൂടുതലും വിശ്വാസത്തിൽ എടുത്തത്? തെളിവുകൾ ചിലത് ഞാൻ പെട്ടെന്ന് പറയാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യായൂറോസിൻ്റെ മകൾ മരിച്ചപ്പോൾ യേശു എല്ലാവരെയും ആ ഭവനത്തിൽ നിന്ന് പുറത്ത് ആക്കിയിട്ട് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, കുട്ടിയുടെ പിതാവ്, അമ്മ എന്നിവരെ മാത്രം യേശു ആ മുറിയിൽ ആക്കിയിട്ട് കതകടച്ച് പ്രാർത്ഥിച്ചു. അവിടെ വേറെ ശിഷ്യന്മാരുണ്ടായിരുന്നു, മറ്റ് പുരുഷാരമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരെ മാത്രം പ്രത്യേകിച്ച് വിളിച്ചകത്തേക്ക് കൊണ്ടുപോയി ആ അത്ഭുതം കാണുവാൻ അവർക്ക് ഇടവന്നു. യേശു സ്നേഹിച്ച യോഹന്നാൻ അതിലുണ്ടായിരുന്നു. വേറൊരു സന്ദർഭത്തിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവരെ ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവിടെ ദൈവത്തിൻ്റെ മഹത്വം അവർക്ക് വെളിപ്പെടുത്തി. അവരാ മഹത്വപൂർണമായിട്ടുള്ള ഒരവസ്ഥ കാണുവാനായിട്ട് അവർക്ക് ഇടവന്നു. മറ്റുള്ള ശിഷ്യന്മാർക്ക് അതിന് കഴിഞ്ഞില്ല എന്നുള്ളത് എത്ര ശ്രേഷ്ഠകരമായിട്ടുള്ള അനുഭവമാണ്. ഈ രാത്രികാലം നാം ചിന്തിക്കേണ്ടത്, എനിക്കെന്നും ഒരു ദൈവ പൈതലായിട്ടിരുന്നാൽ പോരാ, എൻ്റെ യേശുവിൻ്റെ സ്നേഹിതരായിട്ട് തീരണം എന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഈ ജീവിതത്തിൻ്റെ അവസാനം എന്നെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയുകയില്ല. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് നമ്മുടെ കല്ലേപ്പാടത്തുള്ള ITയുടെ പ്രിൻസിപ്പലിൻ്റെ മകൻ വാഹനം ഓടിച്ച് കൊണ്ടുവന്ന് നിർത്തി. അതിനുശേഷം പുറത്തേക്കിറങ്ങി ഒന്ന് ഛർദ്ദിച്ചു. ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായി വെന്റിലേറ്ററിലാണ്. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ഒറ്റ നിമിഷം വെന്റിലേറ്ററിൻ്റെ അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന, ദൈവം നമുക്ക് ദാനമായി തരുന്ന ജീവിതം ഈ ലോകത്തിൻ്റെ സുഖലോലുപത അനുഭവിച്ച് മുന്നോട്ട് പോകുവാനായിട്ടല്ല ഈ രാത്രികാലം നമ്മെ വിളിക്കുന്നത്, യേശുവിൻ്റെ സ്നേഹിതനായി തീരുവാനായിട്ടാണ്. എത്ര പേർക്ക് അത് ഏറ്റെടുക്കുവാനായിട്ട് കഴിയും? എനിക്കെൻ്റെ യേശുവിൻ്റെ സ്നേഹിതനായിട്ട് തീരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? ഒന്നുകൂടി ഒരു അവസരം കൂടെ, ഗെത്സമന തോട്ടത്തിൽ യേശു ക്രൂശിക്കപ്പെടുവാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് യേശു തീരുമാനിച്ചു, പിതാവിനോടൊപ്പം ആയിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട അവസരങ്ങളിൽ ഈ 3 ശിഷ്യന്മാർ യാക്കോബ്, പത്രോസ്, യോഹന്നാൻ എൻ്റെ അടുത്തുണ്ടായിരിക്കണം എന്നുള്ളത്. രക്തം, വേർപ്പ് തുള്ളികളായിട്ട് വീണു. രക്തത്തുള്ളികൾ അവിടെ ഗെത്സമന തോട്ടത്തിൽ വീണു. ആ അവസരത്തിൽ പിതാവുമായിട്ട് ബന്ധപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഈ ശിഷ്യന്മാരെ അവിടെയും ആ ജീവിതത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രതിസന്ധിയുടെ ഏറ്റവും അവസാനത്തെ സമയങ്ങളിൽ, മണിക്കൂറുകളിൽ അവരെ അവിടെ ചേർത്ത് പിടിച്ചു. അവർക്കതിനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. റോമർ 11 എന്താണ് പറഞ്ഞത്? യഹൂദന്മാരെ നേടുവാൻ ദൈവം എന്താണ് ചെയ്തത്? ദൈവം അവരുടെ അടുക്കലേക്ക് ആദ്യം പോയി, പക്ഷെ അവർ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവർക്ക് അസൂയ വരത്തക്ക വിധം നിസ്സാരന്മാരായ എന്നെയും നിങ്ങളെയും വിളിച്ചു വേർതിരിച്ച് നമ്മുടെ അടുക്കലേക്ക് വന്ന് അവൻ നമ്മെ തിരഞ്ഞെടുത്തു. തീർച്ചയായിട്ടും ഈ 3 ശിഷ്യന്മാരെ പ്രത്യേകം ചില അവസരങ്ങളിൽ കർത്താവ് വേറിട്ട് കൊണ്ടുപോയി. ചില അത്ഭുത പ്രവൃത്തികളും അവരെ കൂടുതൽ സ്നേഹിച്ചതിനും ചില കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരും ഈ സ്നേഹത്തിലേക്ക് ഇത് കണ്ടിട്ട് വരുവാൻ, യഹൂദന്മാർ ജാതികളായവരെ സ്നേഹിച്ച അല്ലെങ്കിൽ അവരെ തിരഞ്ഞെടുത്തത് കണ്ടിട്ടെങ്കിലും മടങ്ങി വരണമെന്നുള്ള ആശയത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി മറ്റ് ശിഷ്യന്മാരും കർത്താവിൻ്റെ സ്നേഹമറിയുവാൻ അവരും എൻ്റെ അടുക്കലേക്ക് വരണമെന്നുള്ള ഒരു ചിന്തയാണ് കർത്താവിന് ഉണ്ടായിരുന്നത്. മറ്റൊരു സന്ദർഭം, യേശു ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന അവസരത്തിൽ
യോഹന്നാൻ്റെ സുവിശേഷം 19:26 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ കാണുവാനായി സാധിക്കുന്നു. കർത്താവ് അവസാനമായിട്ട് ആ കാൽവറി ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന അവസാന സമയത്ത് അവൻ നോക്കുമ്പോൾ ഇതാ യോഹന്നാനെ അവിടെ കാണുവാനായിട്ട് കഴിയും. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. ആ യോഹന്നാൻ അന്നു മുതൽ ആ അമ്മയെ കൈക്കൊണ്ടു. യോഹന്നാൻ വേണമെന്നുണ്ടെങ്കിൽ ചിന്തിക്കാമായിരുന്നു, അന്നത്തെ ഭരണാധികാരികൾ ശിക്ഷ വിധിച്ച് എല്ലാവരാലും തള്ളപ്പെട്ട് അല്പനിമിഷം കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന യേശു കർത്താവ് പറയുന്ന വാക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ അവന് തിരസ്കരിക്കാമായിരുന്നു. അവൻ ചുറ്റും നോക്കുമ്പോൾ പടയാളികളുണ്ട്, എതിർക്കുന്ന അനേക ജനങ്ങളുണ്ട്, കർത്താവിനെ നിന്ദിക്കുന്ന അനേകർ അവിടെ ഉണ്ട്. ഇനി യാതൊരുവിധ ഹോപ്പുമില്ല, യാതൊരുവിധ പ്രത്യാശയും ഇല്ലാത്ത അവസരത്തിൽ ഇതാ യോഹന്നാൻ ഇതാ ആ അമ്മയെ കൈക്കൊള്ളുവാനായിട്ട് ഇടയായി. ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ പ്രയാസമേറിയ, അതായത് ഒരു മാതാവിനെ ഏൽപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു, അവരെ കൈക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്വത്തോടെ നോക്കേണ്ട കടമ യോഹന്നാനുണ്ട്. ഏറ്റവും പ്രയാസമേറിയ ഒരു ചുമതലയാണ്, ഒരു റിസ്കേറിയ ഒരു ചുമതലയാണ് യോഹന്നാനെ ഏൽപ്പിച്ചത്. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോട്, ദൈവമക്കളോട്, ദൈവത്തിൻ്റെ ആലോചന ഏതെങ്കിലും സമയത്ത് പ്രയാസമേറിയ ഏതെങ്കിലും കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി നിങ്ങളവിടെ ചെയ്യുവാനായിട്ട് ദൈവം പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. യേശുവിൻ്റെ സ്നേഹിതരാണ് നിങ്ങൾ. അതായത് ഏറ്റവും പ്രയാസമേറിയ ഒരു ഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി നിങ്ങൾ നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യേശു നിങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്നു, മറ്റുള്ളവരെ കാട്ടിലും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഈ രാത്രികാലം വിളിച്ചു പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. ദൈവം നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചു വേർതിരിച്ച് ദൈവത്തിന് വേണ്ടി ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. സുവിശേഷ രംഗത്ത്, വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും നിന്ദയുടെയും കഷ്ടതയുടെയും പ്രതികൂലത്തിൻ്റെയും അവസ്ഥകൾ നേരിട്ടേക്കാം. പക്ഷെങ്കിൽ ദൈവത്തിന് വേണ്ടി അല്പമെങ്കിലും പ്രയാസമേറിയ ഏതെങ്കിലും ഘട്ടങ്ങൾ നിങ്ങൾ തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിളിച്ചു പറയാൻ ഉള്ളത്, യേശു നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ടാണ് ദൈവം നിങ്ങളെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. പലപ്പോഴും ചിലർ, ദൈവമക്കൾ, ദൈവത്തിൻ്റെ ദാസന്മാർ ചിലപ്പോൾ എന്നോട് പരാതി പറയാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ പറയാറുണ്ട്. ജീവിതത്തിലെ നിന്ദയുടെ അനുഭവം. ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ട്, സത്യത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ട്, സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ട് നിന്ദയേൽക്കേണ്ടത, പരിഹാസം ഏൽക്കേണ്ട, കഷ്ടത ഏൽക്കേണ്ട ഏതെങ്കിലും അവസരമുണ്ടെങ്കിൽ കർത്താവിന് നിങ്ങളോട് ഏറ്റവും സ്നേഹമുണ്ട് എന്ന് ഈ രാത്രികാലം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ അത്യധികമായിട്ട് സ്നേഹിച്ചു. ആ കർത്താവായ യേശു ക്രിസ്തു മാനവരാശിയുടെ പാപപരിഹാരത്തിനായിട്ട് പിതാവായ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഈ ലോകത്തിൽ വന്ന് കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു ചെയ്തത് ഏറ്റവും തന്നിൽ ഏൽപ്പിച്ച
ഏറ്റവും പ്രയാസമേറിയ തൻ്റെ ജീവൻ അർപ്പിക്കുന്ന, ഈ ലോകത്തിന് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ചീന്തുവാനായിട്ട് പിതാവ് തന്നെ സ്നേഹിച്ചതുകൊണ്ട് ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ നൽകി എന്നുള്ളതാണ്. എൻ്റെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എങ്കിൽ ഈ രാത്രികാലം, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രയാസമേറിയ ഏതെങ്കിലും ശുശ്രൂഷയിൽ ദൈവത്തിന് വേണ്ടി അല്പമെങ്കിലും ബുദ്ധിമുട്ടിയോ പ്രയാസപ്പെട്ടോ പണം ചെലവഴിച്ചോ അല്ലെങ്കിൽ സമയം ചെലവഴിച്ചിട്ടോ ഉണ്ടെങ്കിൽ ഈ രാത്രികാലം ഒരു കാര്യം ഏറ്റെടുക്കണം. ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ യേശു സ്നേഹിച്ചതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ പന്തലിൽ ആയിരിക്കുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ജീവിതത്തിൽ എത്രയോ അവസരങ്ങൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് ഇടയായി. ചിലപ്പോൾ ഗെത്സമനയുടെ അനുഭവങ്ങൾ, രക്തം വിയർപ്പായി മാറിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നേക്കാം. എന്നാൽ അതൊക്കെയും കർത്താവ് നമ്മെ സ്നേഹിച്ച അവസരങ്ങളാണ്. എന്താണ് നിങ്ങളോട് ദൈവം ഒരു പ്രയാസമേറിയ കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്? എപ്പോഴാണ്? അടുത്ത സമയത്താണോ അതോ ഒത്തിരി വർഷങ്ങൾക്ക് മുൻപാണോ? ഒരു പ്രയാസമേറിയ കാര്യം നിങ്ങളോട് ചെയ്യുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കൂടുതലായിട്ട് നിങ്ങൾ ദൈവത്തോട് അടുത്ത് തന്നെയാണ്. ഇനിയല്ല അനേക വർഷങ്ങൾക്ക് മുൻപാണ് അത് സംഭവിച്ചതെങ്കിൽ നാം ഒന്ന് പരിശോധന ചെയ്യണം. ഞാനും നിങ്ങളും ദൈവവുമായിട്ട് അകന്നിരിക്കുകയാണോ? ദൈവത്തിൻ്റെ ആ സ്നേഹം ഇന്നും അനുഭവിക്കുന്നു. യോഹന്നാനെ അവിടെ തിളച്ച എണ്ണയിലിട്ട് അവനെ കൊല്ലുവാനായിട്ട് നോക്കി. പക്ഷെങ്കിൽ തിളച്ച എണ്ണയിൽ കിടന്നുകൊണ്ട് അവൻ സുവിശേഷം മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞു. നിങ്ങൾക്കെല്ലാം അറിയാം, അവനെ പത്മോസ് ദ്വീപിൽ അവനെ നാടുകടത്തി. അവിടെ കിടന്നുകൊണ്ട് കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ, കർത്താവിൻ്റെ ദർശനം, വെളിപ്പാട് നമ്മളോട് അറിയിക്കുവാൻ ആ യോഹന്നാനെ കർത്താവ് തിരഞ്ഞെടുത്തു. ഈ രാത്രികാലം എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായിട്ട്. എനിക്കെൻ്റെ യേശുവിൻ്റെ സ്നേഹിതനായിട്ട്, എനിക്കെൻ്റെ യേശുവിൻ്റെ സ്നേഹിതയായിട്ട് തീരുവാൻ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ യേശുവിൻ്റെ സ്നേഹിതനും സ്നേഹിതയായിട്ട് തീരുവാനായിട്ട് ആഗ്രഹിക്കുന്നവരെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ രാത്രികാലം ദൈവത്തോട് പ്രാർത്ഥിക്കുക. എനിക്ക് അതിന് മനസ്സാണ്. പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ള കൃപ എന്നിലേക്ക് ഈ സമയത്ത് പകരണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ പന്തലിൽ അങ്ങോളം ഇങ്ങോളം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. എത്ര പേർക്ക് ഏറ്റെടുക്കുവാനായിട്ട് കഴിയും? എൻ്റെ യേശു നിങ്ങളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നീ എനിക്കുള്ളവൻ, നിന്റെ ജീവിതം എനിക്ക് വേണ്ടി മാറ്റുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ദൈവം നിങ്ങളെ നോക്കിക്കൊണ്ട് പറയുകയാണ്. യേശുവിന് വേണ്ടി പ്രയാസമേറിയ ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി പ്രയാസമേറിയ ചില കാര്യങ്ങൾ ചെയ്യും. നിന്ദകൾ വന്നോട്ടെ, പരിഹാസങ്ങൾ വന്നോട്ടെ, കഷ്ടതകൾ വന്നോട്ടെ, പ്രതികൂലങ്ങൾ വന്നോട്ടെ, തിളച്ച എണ്ണയിൽ എന്നെ ഇട്ടാലും ഞാൻ അവിടെ കിടന്നുകൊണ്ടും സുവിശേഷം പറയുമെന്ന് എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയുകയില്ല. ആയതുകൊണ്ട് യേശുവിനെ സ്നേഹിച്ച ആ യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ടാലും അവിടെ കിടന്നുകൊണ്ടും അവിടെ ഇരുന്നു കൊണ്ടും അവൻ ശക്തമായിട്ട് അവൻ യേശുവിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് കഴിയും. യേശുവിന് വേണ്ടി നിലകൊള്ളുവാൻ എത്ര പേർക്ക് തീരുമാനമെടുക്കുവാനായിട്ട് കഴിയും? എന്നെയും നിങ്ങളെയും വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് യേശുവിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട്.
പ്രയാസമേറിയ ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ്. യേശു കർത്താവ് ആ യെരുശലേമിൽ അല്പം ആളുകളുടെ ഇടയിൽ ചെറിയ ഗ്രാമത്തിൽ സുവിശേഷം അറിയിച്ചു എങ്കിൽ എന്നെയും നിങ്ങളെയും ഈ ലോകത്തെമ്പാടും പോയി സുവിശേഷം അറിയിക്കുവാനായിട്ട് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. യേശു നമ്മെ സ്നേഹിക്കുന്നത് ആ രക്ഷയുടെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ടാണ്. ആ പ്രയാസമേറിയ ആ ഉത്തരവാദിത്തം എന്നെയും നിങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് അത് ഏറ്റെടുക്കുവാനായിട്ട് കഴിയും? എൻ്റെ കർത്താവേ, എന്നെ ഒന്ന് കൂടുതലായിട്ട്, മറ്റുള്ളവരെക്കാട്ടിൽ കൂടുതലായിട്ട് എന്നെ ഒന്ന് സ്നേഹിക്കണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും? എനിക്ക് അങ്ങയോട് പറ്റിച്ചേർന്ന് ആ മാർവിടത്തിലേക്ക് എനിക്കൊന്ന് പറ്റിച്ചേർന്നിരിക്കണം. എനിക്ക് ആ മാർവിടത്തിൽ ആ ഹൃദയസ്പന്ദനം എനിക്കൊന്ന് കേൾക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന അവസരത്തിൽ രോഗത്തിൻ്റെ പിടിയിലായിരിക്കുന്നവർക്ക് വിടുതൽ ദൈവം തരുന്ന അവസരങ്ങളാണ്. എത്ര പേർക്ക് അത് വിശ്വസിക്കുവാനായിട്ട് കഴിയും? നിങ്ങളുടെ ജീവിതത്തിൽ ക്യാൻസർ ആയിക്കൊള്ളട്ടെ, ജീവിതത്തിലെ ഏത് തരത്തിലുള്ള രോഗമായിക്കൊള്ളട്ടെ, ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ പന്തലിൽ വ്യാപരിക്കുകയാണ്. എൻ്റെ യേശുവിൻ്റെ നാമം സകല നാമത്തിലും മേലായ നാമമാണ്. അത് ശക്തിയുള്ള നാമമാണ്. അത് രോഗികൾക്ക് സൗഖ്യം നൽകുന്ന നാമമാണ്. പാപികളെ മനസാന്തരത്തിലേക്ക് നയിക്കുന്ന നാമമാണ്. അത് രക്ഷിക്കുന്ന നാമമാണ്. എത്ര പേർക്ക് ഏറ്റെടുക്കുവാനായിട്ട് കഴിയും? എൻ്റെ യേശുവിനെ ഞാൻ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. എത്ര പേർക്ക് അത് പറയുവാനായിട്ട്? ഇന്നേ തീയതി വരെ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ, ആ നല്ല സ്നേഹിതനെ, ഈ ലോകത്തിൽ മറ്റാരും നിങ്ങളെ സ്നേഹിച്ചില്ല എങ്കിലും സ്നേഹിക്കുവാൻ, പൂർണ്ണമായി സ്നേഹിക്കുവാൻ കഴിവുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഏക സത്യ ദൈവമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ് പൂർണ്ണമായിട്ട് മനുഷ്യരാശിയെ സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നത്. ആ സ്നേഹത്തിൻ്റെ ഉടമയായി തീരുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? കർത്താവ്, ഇന്ന് ഈ കൺവെൻഷൻ്റെ അവസാനത്തെ രാത്രിയാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ എൻ്റെ യേശു കർത്താവ് മുട്ടുകയാണ്. ആര് എൻ്റെ ശബ്ദം കേൾക്കും? ആര് വാതിൽ തുറക്കും? ആര് കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കും? കർത്താവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. എത്ര പേർക്ക് ഇതുവരെയും യേശു കർത്താവിനെ യഥാർത്ഥമായിട്ട് രക്ഷകനായിട്ട് സ്വീകരിക്കാത്തവർ, ഈ സമയം നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷങ്ങൾ എൻ്റെയോ നിങ്ങളുടെയോ അല്ല, ഏതവസരത്തിലും മരണത്തിലേക്ക് ഞാൻ നിങ്ങൾ വഴുതി വീഴാം. അവസരങ്ങൾ നഷ്ടമാക്കുവാനായിട്ട് പാടില്ല. ആർക്കെങ്കിലും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ വലത് കരം, എല്ലാ കണ്ണുകളും അടച്ചിരിക്കുമ്പോൾ എൻ്റെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ എനിക്ക് മനസ്സാണെങ്കിൽ അവരുടെ വലത് കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാവരെയും, ഈ കരങ്ങൾ ഉയർത്തി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിൻ്റെ മാറോട് ചേർന്നിരിപ്പാൻ എൻ്റെ യേശു നിങ്ങളെ വിളിക്കുകയാണ്. ലോകത്തിലെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കൈവിട്ടാലും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ കൈവിട്ടാലും, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കൈവിട്ടാലും, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കൈവിട്ടാലും, ഒരിക്കലും കൈവിടാത്ത ആ യേശുവിൻ്റെ മാറിടത്തിലേക്ക് ഒന്ന് ചായുവാനായിട്ട് എത്ര പേർക്ക് മനസ്സുണ്ടാകും? ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ യേശുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വസിക്കുവാനായിട്ട് നമുക്ക് ഇടവരട്ടെ. ആ യേശുവിൻ്റെ മാറിടത്തിലേക്ക് നമുക്ക് ചാരാം. മറ്റുള്ളവരിൽ അല്ല ആശ്രയം, എൻ്റെ യേശുവിൽ മാത്രമാണ് നമുക്ക് ആശ്രയം.